എൻ്റെ പേര് സന്ധ്യ എന്നാണ്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് വീട്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 20/8/2023 ആദ്യം ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിന് അമ്മ മാതാവിനോട് യേശുവിനോട് നന്ദി പറയുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് എൻ്റെ മോൻ അബി കൃഷ്ണ. അമ്മയ്ക്ക് 2023 ഡിസംബറിൽ വിട്ട് പനി വരുമായിരുന്നു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷനാണ്, അത് കൂടിപ്പോയി, അതുകൊണ്ടാണ് പനി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളൊരു 7 ദിവസത്തോളം അവിടെ കിടന്നു. അമ്മയുടെ വയറിൻ്റെ സൈഡിലായിട്ട് ഒരു തടിപ്പ് പോലെ, ഒരു കട്ടി പോലെ തോന്നിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ്ങിന് കുറിച്ച് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കാനിങ് ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിൻ്റെ അകത്ത് സൈഡിലായിട്ടൊരു തടിപ്പ് പോലെയുണ്ട്, അപ്പം നമുക്ക് ഒരു ഡിയാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിയാൻസ് ചെയ്തു. ഡിയാൻസ് കഴിഞ്ഞ് ഞങ്ങൾ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ആ തടിപ്പയിൽ ക്യാൻസറിൻ്റെ തുടക്കമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. ആ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിളിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി, ഒത്തിരി അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് അമ്മയ്ക്ക് എന്ത് കേട്ടാലും അമ്മ തലകറങ്ങി വീഴും, BP കൂടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു അമ്മയോട് പറയരുത് എന്ന് പറഞ്ഞു. ഡോക്ടർമാർ അമ്മയോട് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞങ്ങൾ അമ്മയോട് അമ്മയെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ സർജറി ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് 1 മാസത്തോളം ഞങ്ങൾ വീട്ടിലിരുന്നു. പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയെ അറിയും. അതുകൊണ്ട് ഞാൻ ഒരു 3 ലോൺ എടുത്ത് അമ്മേനെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും പൈസയായി കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. അതിനു മുമ്പ് ഈ 1 മാസം ഞങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു മരുന്നുകളും ഇല്ലായിരുന്നു അമ്മയ്ക്ക്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൈലവും കാശ് രൂപമായിട്ട് എന്നും ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അമ്മയുടെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുമാത്രം എന്നിട്ട് ഞാൻ ഉപ്പും കലക്കി വെള്ളത്തിലൊഴിച്ച് കൊടുക്കും, തേനും കുടിക്കാൻ കൊടുക്കും. ഇത് മാത്രമായിരുന്നു ഈ 1 മാസം അമ്മയുടെ മരുന്ന്. പൈസയായി കഴിഞ്ഞ് ഞാൻ ഡോക്ടറോട് എന്ന് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് സർജറിക്ക് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മാസം ആയില്ലേ, അതുകൊണ്ട് MRI ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്ത വെളിയിലോട്ട് സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം, അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, നമുക്ക് കൃപാസനത്തിൽ പോയതിന് ശേഷം MRI എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ MRI ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് മാലയിട്ട് പ്രാർത്ഥിച്ച് എല്ലായിടത്തും കയറി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം പോയി MRI എടുത്തു. MRIയിൽ യാതൊരു കുഴപ്പവുമില്ല, നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റായി. അങ്ങനെ ജനുവരി 16 അമ്മ യൂട്രസ് റിമൂവ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി 7 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്പ്രെഡായിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പേടിയൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഡോക്ടറെ MRIയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, പിന്നെ എന്താ ഇങ്ങനെ വന്നേന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു അത് എനിക്കും അറിയത്തില്ല കൊച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ റിസൾട്ടുമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മേനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറുണ്ട് പാലായിൽ, ശബരിനാഥ് എന്നാണ് ഡോക്ടറിൻ്റെ പേര്. ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഈ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താ MRIയിൽ കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അമ്മയ്ക്കൊന്നും അറിയത്തില്ലായിരുന്ന അമ്മയാണ്, അന്നേരമാണ് അമ്മ ഇതെല്ലാം അറിയുന്നത്. അമ്മ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ആദ്യം റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം, ഞാൻ മെഡിക്കൽ കോളേജിലോട്ട് ഇതിന് കുറിച്ച് തരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്ന്
മെഡിക്കൽ കോളേജിലോട്ട് പോകാനായിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു. അമ്മേനെയും കൊണ്ടുവന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അമ്മയുടെ സൈത്ത് പുരട്ടി കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ കരയാൻ തുടങ്ങി. അമ്മ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ പറന്നു പോയാലോ, അതൊരു കുളിര് കോരുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മയുടെ അസുഖം എല്ലാം പോയി. അന്നേരം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, മെഡിക്കൽ കോളേജിന് പൊക്കോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ചെന്ന് ഈ റിസൾട്ട് എല്ലാം കാണിച്ചപ്പോൾ ഒരു പ്രിയാമ്മയെന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ഡോക്ടറും വേറെ 2 ഡോക്ടർസും കൂടി വന്ന് എല്ലാം ആലോചിച്ച് ഇവർക്ക് ഈ റിസൾട്ട് നോക്കിയിട്ടൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവസാനം ഇവർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ഇരുത്തിയതിന് ശേഷം പറഞ്ഞു, ഇപ്പം മരുന്നൊന്നും വേണ്ട, നിങ്ങൾ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി. ഞങ്ങൾ വിളിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ ക്യാൻസറിൻ്റെ ഒരു പ്രൊഫസറായ ഒരു അനുമാടൻ ഡോക്ടറുണ്ട്, ആ മാടത്തെ പോയി കാണാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ റിസൾട്ട് 2 പ്രാവശ്യവും ശബരിനാഥ് ഡോക്ടർ കൊടുത്ത് വിട്ടിട്ടും ഇത് തന്നെയാണ് വരുന്നത്, ഇതിലുണ്ട്, സ്പ്രെഡായിട്ടുണ്ടെന്നും പറഞ്ഞാണ് വരുന്നത്. ഈ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ മനസ്സിലിരുന്ന് അങ്ങനെ ആരോ പറയുന്നുണ്ട്, ഇത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ അനുമാടത്തെ പോയി കണ്ടു. അനുമാടം ഇതെല്ലാം വായിച്ചിട്ട് അനുമാടത്തിനും ഒന്നും പിടികിട്ടുന്നില്ല. അനുമാടം എല്ലാം ഫോണേ നോക്കി എല്ലാം പറഞ്ഞേച്ചും പറഞ്ഞു, അയ്യോ ഇത് 25 റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഇത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സർജറിയും വേണ്ട, റേഡിയേഷനും വേണ്ട, ഡോക്ടർ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾക്കൊരു സ്കാനിങ്ങിനെ കുറിച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം ഒരു സ്കാനിങ്ങിനെ കുറിച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുമായിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. ഞങ്ങൾ കോട്ടയത്ത് പോയി സ്കാനിങ് എടുത്തു. അപ്പോഴെല്ലാം അമ്മ ഈ അസുഖം അറിഞ്ഞതിന് ശേഷം, ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് അമ്മ കൊന്ത കഴുത്തയിട്ട് ഇവിടുന്ന് തന്ന കാശുരൂപം അമ്മ കഴുത്തയിടും, അത് ഊരത്തേ ഇല്ല, എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അനുമാടത്തെ കണ്ട് ഈ സ്കാൻ ചെയ്തപ്പം ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല കൊച്ചെ, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് അന്നേരം സമാധാനമായി. ഞാൻ അനുമാടത്തെ പോയി കണ്ടു. അനുമാടം പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞത് ഇതിനകത്ത് സ്പ്രെഡായിട്ടുണ്ടെന്ന്? അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല, നിങ്ങളോട് ആരോ പറഞ്ഞു ഈ റിസൾട്ട് തെറ്റാം മോളെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അമ്മയുടെ അസുഖം മാറ്റി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ സാക്ഷിയാണ്. എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ 8 A+ഉം 2 Aയും മേടിച്ച് ജയിച്ചു. +2-ന് 86% മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ തുടർന്ന് പഠിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ആധാരം ബാങ്കിലിരിക്കുവാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഞാനും കഷ്ടപ്പെടുന്ന പൈസ മാത്രമേ ഉള്ളൂ. ഇത്രയും പഠിക്കുന്ന ഒരു കൊച്ചിനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വളരെ സങ്കടമായിരുന്നു. അതിനുശേഷം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ മോനെ ഒന്ന് പഠിപ്പിക്കാനൊക്കെയെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ഈ കൊച്ചിൻ്റെ അഡ്മിഷനല്ല, ഇവന് BC നേഴ്സിങ്ങിന് പോകാനായിരുന്നു ഇഷ്ടം. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ വർഷം വിടുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. അവസാനം അഡ്മിഷനെല്ലാം തീരാറായപ്പോൾ ഞങ്ങൾ പേപ്പറിലൊരു പരസ്യം കണ്ട്, നന്ദ കോളേജ് എന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അതിന് അഡ്മിഷൻ കൊടുത്തു, ഒരു ഏജൻറ്റ് വഴി കൊടുത്തു. പക്ഷേ ഏജൻറ്റ് ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് 1,00,000 രൂപ പോയി. ഞാൻ കടം മേടിച്ച് കൊച്ചിനെ വിട്ടതായിരുന്നു. 5-ാം തീയതി കൊണ്ട് വിട്ടു. പിന്നെ ഞങ്ങളെ പറ്റിച്ച ഏജൻറ്റ് പറഞ്ഞു, പഠിച്ചിറങ്ങുമ്പോൾ 8 ലക്ഷം രൂപയോളം ആകത്തുള്ളെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് ഞങ്ങൾ കൊണ്ടാക്കി. പക്ഷേ അവിടെ ചെന്ന് ഫീസ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞപ്പോൾ 10-16 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മോനെ തിരിച്ച് വിളിച്ചു കൊണ്ടുപോന്നു. അത് കഴിഞ്ഞ് ഈ വർഷം ഞാൻ മോനോട് പറഞ്ഞപ്പോൾ മോൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയായിരുന്നു, ഫോൺ കളിയായിരുന്നു കൂടുതലും. ഞാൻ എന്നും പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞ് ദൈവവിശ്വാസത്തിലോട്ട് വരണേ,
ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മോന് തോന്നിക്കണേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഈ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ ഞാനിവിടെ വരുന്നു, ഉടമ്പടി എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞു. അന്ന് മോനും വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം എന്നെക്കാളും ഇൻട്രസ്റ്റാണ് അവന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. മാതാവിലിപ്പം നല്ല വിശ്വാസമാണ്. അത് കഴിഞ്ഞ് ഈ വർഷം എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. മോൻ പ്രാർത്ഥിച്ച, അമ്മേ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജർമ്മൻ കോഴ്സ് പഠിക്കാനായിട്ട് എനിക്കൊരവസരം ഉണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അവന് 3ാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഏറ്റുമാനൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. A1 കഴിഞ്ഞു. ഞങ്ങൾക്കിനി മുന്നോട്ടും ഇപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കതെല്ലാം മാതാവ് മാറ്റിത്തരണമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. മോൻ്റെ കോഴ്സ് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മെയ് 12-ാം തീയതി ആയപ്പോൾ ജപ്തി നോട്ടീസ് വന്നു. 11-ാം തീയതി വരെ ഉള്ളായിരുന്നു. 12-ാം തീയതി ഞങ്ങൾ ബാങ്കിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പുറകിലുള്ള സ്ഥലം ഒന്ന് വിൽക്കാനായിട്ട് ഒരു സാവകാശം മാത്രം തന്നാൽ മതി, അതൊന്ന് നീട്ടിത്തരണേന്ന് പ്രാർത്ഥിച്ചു. 1 മാസത്തേക്ക് ഞാൻ മാതാവിനോട് ചോദിച്ചു, 1 മാസം മതി, അതൊന്ന് വിറ്റ് കിട്ടാനായിട്ട് സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 3 വർഷത്തേക്ക് നീട്ടി തന്നിട്ടുണ്ട്. പക്ഷേ നീട്ടി തന്നാലും ഞങ്ങൾക്കത് പലിശ കൂടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്ഥലം ഒന്ന് വിറ്റ് ആധാരം എടുക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ അമ്മമാതാവിനോടും ഈശോയോടും ഞങ്ങൾക്ക് ഇത്രയും നന്ദി, ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ സാധിച്ച മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോഴൊക്കെ ഉടമ്പടി തീരുമ്പോഴെല്ലാം ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. ഞാനത് വരുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചോറ് കെട്ടിക്കൊണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാം ഭിക്ഷക്കാർക്ക് ഞാൻ കൊടുക്കും. പിന്നെ എന്നെ കഴിയുന്ന വിധത്തിലുള്ള എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ അത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ മാതാവിനെ പറ്റി പറയാൻ സാധിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ എന്നെ കഴിയുന്ന വിധം ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പം വിശ്വാസം കൂടിയിട്ടുണ്ട്. പിന്നെ ബൈബിള് വായിക്കും, പ്രാർത്ഥിക്കും. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു.